നമ്മൾ ഒരു തവണ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ആദ്യത്തെ തവണ വിലങ്ങ് അണിയിച്ച് ഇന്ത്യക്കാരെത്തിയപ്പോൾ ആ ഞെട്ടലിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിത് രണ്ടാമതെടുക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പിന്നെയും അതുതന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ചർച്ചയിൽ എന്താണ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന ഉറപ്പ്? രാജ്യാഭിമാനത്തെക്കുറിച്ച് ആവർത്തിച്ചു പറയുന്ന ഒരു സർക്കാർ അല്ലേ, രാജ്യാഭിമാനത്തെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. അതുതന്നെയാണ് ട്രംപിൻ്റെ രീതിയും. അപ്പോൾ അങ്ങനെ രണ്ട് രാഷ്ട്ര നേതാക്കൾ കാണുമ്പോൾ നമ്മുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രാഭിമാനം അവിടെ അടിയറ വയ്ക്കുകയാണോ ചെയ്തിട്ടുള്ളത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിദേശകാര്യമന്ത്രി രാജ്യസഭയിൽ നടത്തിയ പ്രതികരണത്തിലും ആ വിധേയത്വം പ്രകടമായിരുന്നു. ആ വിധേയത്വമാണ് ഇപ്പോഴും തുടരുന്നത് എന്നുള്ളതാണ്. ഇനി കരാറുകളും ഇപ്പോൾ വന്ന ആളുകൾ ഇപ്പോൾ ഞായറാഴ്ച അമൃത്സർ എയർപോർട്ടിലെത്തിയത് 112 പേർ, ശനിയാഴ്ച 116 പേർ, അങ്ങനെയല്ലേ? അപ്പോൾ 3 തവണയായി 332 പേരെ ഇതിനകം നാട് കടത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലുള്ളതിൽ പല കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്യൂ റിസർച്ച് സെൻറ്റർ കണക്ക് പ്രകാരം 7 ലക്ഷം അനധികൃത ഇന്ത്യക്കാർ ഉണ്ടെന്ന് പറയുമ്പോൾ മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് 3.25 ലക്ഷം എന്നാണ്. അതേസമയം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പറയുന്നത് 2,20,000 എന്നാണ്. അപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമെന്നുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു നയമാണ്. നമ്മളും അനധികൃത കുടിയേറ്റക്കാരെ അവിടെ നിർത്തണമെന്ന് പറയുന്നില്ല. പക്ഷേ ഈ രണ്ട് നേതാക്കളും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഒരു പക്ഷേ രഹസ്യമായി ഒരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടാകാമെന്ന് പറഞ്ഞത് ശശി തരൂരാണ്. അങ്ങനെ രഹസ്യമായി പറയേണ്ട പ്രതിഷേധമല്ല, നമ്മൾ ഉറക്കെ പറയേണ്ട പ്രതിഷേധമാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വീണ്ടും അത് ആവർത്തിച്ചിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ചർച്ചയിൽ വന്നത് പ്രധാനമായും ഈ മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘങ്ങളെ പിടികൂടുന്നതിൽ ഇരു രാഷ്ട്രങ്ങളും എങ്ങനെ സഹകരിക്കണം എന്ന രൂപത്തിലുള്ള ഒരു ചർച്ചയാണ് നടന്നു വന്നത്. അല്ലാതെ തിരിച്ചയക്കുന്നതിൽ കാണിക്കേണ്ട മാന്യതയെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയല്ലെങ്കിൽ നമ്മളെ വീണ്ടും അപമാനിക്കുകയാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കരാറുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ നേട്ടം രാജ്യത്തിനുണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ? അമേരിക്ക ഇപ്പോൾ US നിന്നുള്ള എണ്ണ പ്രകൃതിവാതക ഇങ്ങോട്ടേക്ക് അയക്കുന്നത് കയറ്റുമതി കൂട്ടാനുള്ള തീരുമാനമായിരിക്കുന്നു. പകരം റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ പെട്രോൾ വാങ്ങുന്നത് കുറയ്ക്കേണ്ടി വരും. അങ്ങനെ ഒരു തീരുമാനത്തിൽ നമ്മൾ പോകേണ്ടി വരും. പിന്നെ US കോടിക്കണക്കിന് ഡോളറിൻ്റെ യുദ്ധസാമഗ്രി നമ്മൾ വാങ്ങുന്നു, യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നു. ഇപ്പോൾ പറയുന്നത് F-35 വിമാനങ്ങളല്ലേ. ഈ F-35 വിമാനങ്ങളെ ഈ ഇലോൺ മസ്ക് തന്നെ പറയുന്ന വലിയ ചിലവുള്ളത്, മോശം വിമാനങ്ങൾ, വലിയ ചിലവുള്ളതാണ്, കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് പറയുന്നതാണ് നമുക്ക് തരാൻ പോകുന്നത്. അതിലാണ് നമ്മളിപ്പോൾ അഭിമാനം കൊണ്ടുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാരണം. ഇനി ഇന്ത്യ തീരുവ കുറയ്ക്കാമെന്നുള്ള കാര്യത്തിലും നമ്മളെ പ്രധാനമന്ത്രി ഇരുത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ തീരുവ വളരെ കൂടുതലാണ് എന്ന രൂപത്തിൽ, അപമാനിക്കുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങനെയല്ല, അത് കുറയ്ക്കുന്ന രൂപത്തിലേക്ക് ഒരു ചർച്ച പോവുകയാണെങ്കിൽ അമേരിക്കയുടെ കാര്യത്തിൽ മാത്രം ഇന്ത്യക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല. മറ്റ് രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഒരു അന്താരാഷ്ട്ര ഉടമ്പടി അക്കാര്യത്തിലുണ്ട്. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാതിരിക്കുകയാണെങ്കിൽ ആ ഉടമ്പടി തെറ്റിച്ചുകൊണ്ടാണോ നമ്മൾ അമേരിക്കയുടെ കാര്യത്തിൽ മറ്റൊരു നിലപാടെടുക്കുന്നത്? അതിൽ വ്യക്തതയില്ല. അപ്പോൾ അതങ്ങനെ ഒരു കാര്യം. പിന്നെ നമ്മൾക്ക് അവരെയാണ് വേണ്ടത് എന്ന രൂപത്തിലാണ് ആ ചർച്ചകൾ മുഴുവൻ പോയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ത്യ വലിയ വിപണിയാണല്ലോ. വലിയ വിപണിയാവുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചാലും റഷ്യയെ സംബന്ധിച്ചാലും ചൈനയെ സംബന്ധിച്ചാലും ഇന്ത്യൻ വിപണിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് അവർക്ക് കൂടിയുടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ നിലപാടെടുത്തുകൊണ്ട് അതിൽ ഒരു പവറുണ്ട്. ആ പവർ നമ്മൾ ഉപയോഗിച്ചില്ല. ഒരു വാണിജ്യ മേധാവിത്വം ആ രൂപത്തിൽ നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. പക്ഷേ അത് അംഗീകരിക്കുന്ന രൂപത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഇതുവരെയുള്ള സർക്കാരുകളിൽ നമ്മൾ കണ്ട ഒരു സർക്കാരിലും ഈ രൂപത്തിൽ ഒരു വിധേയത്വം, ഒരു സഹകരണം അത് വലിയ രൂപത്തിലൊക്കെ ആഘോഷിക്കപ്പെടാറുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ആണവ കരാറും ആ രൂപത്തിൽ ആഘോഷിച്ചു. അപ്പുറത്ത് CPM എതിർത്ത് പോയെങ്കിലും അതിലും നേട്ടങ്ങൾ ഉണ്ടായോ എന്നുള്ള കാര്യം പിന്നീട് ചർച്ചയ്ക്ക് വരുമ്പോൾ വർഷങ്ങളോളം അതിൽ എത്രത്തോളം വൈകലുണ്ടായി, അതിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ ഇപ്പോഴും അവിടെ നിൽക്കുകയാണല്ലോ. അതവിടെ നിൽക്കുന്നു. പക്ഷേ ഇതൊരു വിധേയത്വത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് പ്രധാനമായും ഈ ആളുകളെ ഇങ്ങോട്ടേക്ക് കയറ്റി അയക്കുന്ന വിഷയത്തിലാണ്. ഇതിൽ ഇങ്ങോട്ടേക്ക് എത്തിയ ആളുകളുടെ പ്രതികരണം നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞു. ജതീന്ദ്ര സിംഗ് എന്ന് പറയുന്ന സിഖ്, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ ഏജൻറ്റ് പറ്റിച്ചതാണ്. ഏജൻറ്റ് പറ്റിച്ചു എന്ന് പറയുമ്പോൾ നാട്ടിൽ നിന്നേ പറ്റിക്കൽ തുടങ്ങുകയാണ്. ഭൂമി വിൽക്കുന്നു, അങ്ങനെ 50 ലക്ഷം കൊടുക്കുന്നു, സഹോദരിമാരുടെ സ്വർണം പണയം വയ്ക്കുന്നു. പിന്നെ അതുകൂടാതെ ഈ ഏജൻറ്റ് പാതി വഴിയിൽ വെച്ച് ഇയാളെ ഇട്ടു പോവുകയാണ്. അതിനുശേഷം ഇവരെ ഈ തടങ്കലിലേക്ക് കൊണ്ടുപോയ ശേഷം അവിടെ വളരെ മോശമായ രീതിയിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നുണ്ട്. ഒരു ആപ്പിളും ജ്യൂസും മാത്രമാണ് ദിവസം ഒരു നേരം കൊടുക്കുന്ന ഭക്ഷണമായിട്ട്. ഒരു ആപ്പിൾ കൊടുക്കും, ജ്യൂസ് കൊടുക്കും, ചിപ്സ് കൊടുക്കും. അതാണ് ഒരു ദിവസത്തെ ഭക്ഷണം. ഇതാണ് അവർക്ക് ഭക്ഷണമായി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരെ സംബന്ധിച്ച് വിശ്വാസം പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ സിഖുകാരെ സംബന്ധിച്ച് തലപ്പാവ് എന്നുള്ളത്. ആ തലപ്പാവ് ഊരാൻ പറയുകയല്ല, അത് ഊരി വേസ്റ്റ് ബിന്നിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ആ തരത്തിൽ അവർ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഗുരുദ്വാര കമ്മിറ്റി
കമ്മിറ്റിയൊക്കെ അതിൽ വലിയ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. നോക്കൂ, ഇവിടെ മറ്റൊരു കക്ഷിയാണ് ഇവിടെ ഭരിച്ചിരുന്നതെങ്കിൽ, മറ്റൊരു സർക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ BJP വിഷയത്തെ എങ്ങനെ കാണുമായിരുന്നു? എത്ര ശക്തമായി പ്രതികരിക്കുമായിരുന്നു? ഇന്ത്യക്കാർ ഈ രൂപത്തിൽ മടങ്ങി വന്നിട്ടും അതിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളത് ഇവിടെ പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അതിൽ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു കാര്യമാണ്. ഇനി എന്താണ് മോദിക്കുണ്ടായിരിക്കുന്ന നേട്ടം എന്നുള്ളത് അദാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ ചോദ്യമാണല്ലോ അവിടെ നിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഭാഗത്തുനിന്ന് വന്നത്. അപ്പോൾ അദാനിയുടെ കാര്യത്തിൽ ഒരു ഇളവ് കൊടുത്ത് അദാനി ഗ്രൂപ്പിൻ്റെ സോളാർ പദ്ധതികൾക്കൊപ്പം നിൽക്കാൻ ഉദ്യോഗസ്ഥർക്ക് കോഴ നൽകി എന്നുള്ളതായിരുന്നല്ലോ ആ കേസ്. ആ കേസിൽ ചട്ടം ലംഘിച്ചു എന്ന ആ കേസിൽ ട്രംപ് 3 മാസത്തേക്ക് അത് നിർത്തിവെച്ചിട്ടുണ്ട്. അതാണ് മോദിക്കുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അതാണ് ഉണ്ടായിരിക്കുന്ന നേട്ടം. അപ്പോൾ ഇവിടെ പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം, ജനങ്ങൾക്ക് അപമാനമുണ്ടായ വിഷയം, ഇതിലൊന്നും തന്നെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രതികരണം സർക്കാരിൽ നിന്നുണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മോദിയിൽ നിന്ന് തന്നെ ആ പ്രതികരണം ആവശ്യപ്പെടുന്നു. അത് വിദേശകാര്യമന്ത്രി നടത്തിയാൽ പോരാ, പ്രധാനമന്ത്രി നടത്തേണ്ടതാണ്. ആ മൗനം വെടിഞ്ഞിട്ടില്ല ഈ ഘട്ടത്തിൽ. Meet the editors.